ഹായ് സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് ആശാനും പപ്പനും നമ്മുടെ പാർട്ട് 3 യാത്രയുടെ പാർട്ട് 3യിലേക്ക് കിടക്കുകയാണ്. അതായത് അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേയുടെ പാർട്ട് 3 നമ്മുടെ ബൈ റൂട്ടിലേക്ക് കിടക്കുകയാണ്. അതായത് ഇപ്രാവശ്യം നമ്മൾ കാണിക്കുന്നത് എറണാകുളത്ത് നിന്ന് ആലപ്പുഴയ്ക്ക് വരുന്ന ചേർത്തലയ്ക്ക് വരുന്ന യാത്രക്കാരുടെ എളുപ്പത്തിന് വേണ്ടി നമ്മൾ ഒരു ബൈ റൂട്ട് ഇട റൂട്ട് നമ്മൾ കാണിക്കുകയാണ്. ഇത് നമ്മൾ സാധാരണഗതിയിൽ എറണാകുളത്ത് നിന്ന് കുമ്പളംപാലം ഇറങ്ങി കഴിഞ്ഞാൽ നല്ല ബ്ലോക്കിലേക്കാണ്, കട്ട ബ്ലോക്കിലേക്കാണ് വരുന്നത്. ആ ഒരു സംശയമില്ല. ഇവിടെയൊക്കെ ഇറങ്ങി വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ബ്ലോക്ക് തുടങ്ങും. അപ്പോൾ ആ ബ്ലോക്ക് ഒഴിവാക്കുന്നതിന് തന്നെ കുമ്പളംപാലം ഇറങ്ങിയ ഉടനെയാണ് നമ്മൾ ഇവിടുന്ന് തന്നെ തിരിയേണ്ടതാണ്. അതായത് കുമ്പളംപാലം ഇറങ്ങി ആ കഞ്ചസ്റ്റഡ് ഏരിയയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ടേൺ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിൻ്റെ പാരലൽ റോഡിലേക്ക് ടേൺ ചെയ്യുക. അവിടുന്ന് തിരിഞ്ഞ് ശരിക്കും പഴയ ഹോട്ടൽ ബൈപ്പാസ് ഉണ്ട്. നമ്മൾ നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ ശരിക്കും കുമ്പളംപാലം കണ്ട ഇത് നല്ല കൺജഷനുള്ള സ്ഥലമാണ് ഇവിടുന്ന്. അവിടെ തൊട്ട് ഇറങ്ങിയ ഉടനെ നമ്മളവിടുന്ന് ചേർന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് സർവീസ് റോഡിലേക്ക് കയറുക. സർവീസ് റോഡിലേക്ക് നേരെ റോഡ് തന്നെ സർവീസ് റോഡിലേക്ക് പോകും. ഒരു 50 മീറ്റർ ലക്ഷം ചെന്ന് കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ പീറ്റേഴ്സ് കാറ്ററിംഗ് എന്ന് പറയുന്ന ഒരു പഴയ ബൈപ്പാസ് ഹോട്ടലാണ്. പീറ്റേഴ്സ് കാറ്ററിംഗ് എന്നാണ്. അതിനോട് ചേർന്നൊരു നേരെ റൈറ്റ് സൈഡിലേക്ക് അതിനോട് ചേർന്ന് കാണുന്ന ഒരു വൈ ഷേപ്പുള്ള റോഡാണ്. ആ റോഡിൽ കൂടി പോവുക. ശരിക്കും ഫിലിം ബ്ലോക്കൊക്കെ റോഡിൽ കട്ട വിരിച്ച റോഡാണ്. ഇതിൽ കൂടി പ്രധാനമായിട്ട് പോകുന്നത് ബൈക്കുകളും അതുപോലെ തന്നെ ഓട്ടോറിക്ഷകളൊക്കെയാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. ഒരു കാറ് വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാവും. ഈ റോഡിൻ്റെ എൻഡ് ഡെഡ് എൻ്റെ തന്നെ തൊട്ട് മുൻപ് തന്നെ ലെഫ്റ്റിലോട്ട് തിരിക്കണം. റെഡ് എൻ്റെ തന്നെ ഒരു 10 മീറ്റർ മുമ്പ് ലെഫ്റ്റിലോട്ട് തിരിയുക. നേരെ ഒരു കട്ട് ചെയ്ത റോഡ് മറ്റൊരു റോഡിലേക്ക് ചെന്ന് കയറുന്നതാണ്. ആ റോഡിലേക്ക് ചെന്ന് കയറുമ്പോൾ തന്നെ അവിടുന്ന് ലെഫ്റ്റ് തിരിയുക. ലെഫ്റ്റ് തിരിഞ്ഞ് റൈറ്റ് സൈഡിൽ കാണുന്ന മനോരമ ന്യൂസിൻ്റെ വലിയ മതിലാണ്. അതിനോട് ചേർന്ന് തന്നെ മുന്നോട്ട് പോവുക. ആ റോഡ് തന്നെ നേരെ അങ്ങോട്ട് മുന്നോട്ട് ഇവിടെയൊക്കെ കുറച്ച് വീതി വരും. റൈറ്റ് സൈഡിൽ മനോരമ ന്യൂസിൻ്റെ ബിൽഡിംഗ് ആണ്. ഈ കാണുന്നതാണ് മനോരമ ന്യൂസ്. റൈറ്റ് സൈഡിൽ അതിനോട് ചേർന്ന് തന്നെ നമ്മൾ നേരെ മുന്നോട്ട് പോവുക. ഒരു കഷ്ടിച്ച് 50 മീറ്റർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ 50-60 മിനിറ്റ് മുന്നോട്ട് കഴിഞ്ഞാൽ ഒരു ജംഗ്ഷനിൽ ചെറിയൊരു ജംഗ്ഷനിൽ തുടർന്ന് വീണ്ടും റൈറ്റിലോട്ട് കട്ട് ചെയ്യുക. സംശയിക്കരുത്, ലെഫ്റ്റ് പോകരുത്. വീണ്ടും റൈറ്റിലോട്ട് ഇത്തിരി ഭാഗത്തിരി ചെറിയ വെള്ളക്കെട്ടും കുഴികളുണ്ട്. ആ ഒരു ചെറിയൊരു ഭാഗം ഒഴിച്ചാൽ നേരെ അങ്ങോട്ട് മുന്നോട്ട് പോകാം. പിന്നെ അങ്ങോട്ട് നേരെ ത്രൂ ഔട്ട് നേരെയാണ്. ഒരു 10-100 മീറ്ററോളം നേരെ നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും ചെന്ന് കയറുന്നത് ഇത് നേരെ അരൂർ പള്ളി നിന്ന് നേരെ പള്ളിയിറക്ക ക്ഷേത്രം എന്ന് പറയുന്ന ഒരു ചെറിയ റോഡിലേക്കാണ്. നല്ല റോഡാണ്. ആ റോഡിൽ കൂടി മുന്നോട്ട് പോയിട്ട് വളഞ്ഞ് വീണ്ടും ലെഫ്റ്റ് വളയുക. പള്ളിയിറക്ക ക്ഷേത്രത്തിന് മുമ്പ് ഒരു ലെഫ്റ്റ് ഉണ്ട്. ആ ലെഫ്റ്റ് വളഞ്ഞ് ആ റോഡിൽ നേരെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് ചെറിയ ഇടയ്ക്കിടയ്ക്ക് കുഴികളും വെള്ളക്കെട്ടുകളുണ്ട്. എന്നാലും നേരെ സ്ട്രേറ്റ് റോഡ് തിരക്കുകളൊന്നുമില്ല. ബൈക്കുകൾക്കും ഓട്ടോറിക്ഷകൾക്കും നല്ല സുഖമായിട്ട് പോകാവുന്നതാണ്. ഇടയിലേക്ക് നല്ല ഫില്ലിങ് ബ്ലോക്കുള്ള റോഡ് കട്ടൊക്കെ ബ്ലോക്കൊക്കെ ഉണ്ട് വിരിച്ച് അതിൻ്റെ ഉണ്ണിയമ്പലത്തിൻ്റെ അവിടെ കൂടി വന്ന് ലെഫ്റ്റ് നേരെ വന്ന് മെയിനോട്ട് അരൂക്കിൽ കൊടുക്കുക. നേരെ ലെഫ്റ്റ് തിരിഞ്ഞ് അരൂക്കിൽ റോഡിലേക്ക് ചേർത്ത് വഴി പോവുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആശാൻ പപ്പിൻ്റെ പുതിയ വീഡിയോ ആണ്.